ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. സങ്കീർത്തനം 18 6 മുതലുള്ള വചനങ്ങൾ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കഷ്ടകാലം വന്നപ്പോ, ദുരിതം വന്നപ്പോ, പ്രശ്നവും പ്രയാസമൊക്കെ വന്നപ്പോ സങ്കീർത്തകൻ ചെയ്തത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. 145-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടില്ലേ? ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, കൂടെയുണ്ട്. പുരാനെ, ഇതാ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ ദൈവത്തോട് സഹായത്തിനായി നിലവിളിച്ചു. തന്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അതോടൊപ്പം തന്നെ സഹായത്തിനായി അവിടുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സങ്കീർത്തകനോട് ചേർന്ന കർത്താവെ, ഞങ്ങളും ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളും ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവെ, ഞങ്ങൾ നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഉത്തരം സങ്കീർത്തകൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്ന്? അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. ദൈവം തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ വേദനയും കഷ്ടപ്പാടും ആവലാദികളും പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. തൻ്റെ മക്കൾ കരഞ്ഞും നിലവിളിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ പറഞ്ഞു, ഞാൻ നിലവിളിച്ചപ്പോ ആ നിലവിളി കർത്താവിന്റെ കർണപുടങ്ങളിലെത്തി, കർത്താവിന്റെ കാതുകളിലെത്തി. കർത്താവ് അത് കേട്ടു. യെസ്, നീ അതരം തുറന്നോ, ഹൃദയം തുറന്നോ ഒക്കെ നിലവിളിക്കുന്നത് നിന്റെ കർത്താവ് കേൾക്കുന്നുണ്ട്. നിന്റെ ഹൃദയം ഇങ്ങനെ ഭാരപ്പെടുന്നതും അസ്വസ്ഥപ്പെടുന്നതും ഹൃദയം വിങ്ങുന്നതൊക്കെ നിന്റെ ദൈവം കേൾക്കുന്നുണ്ടെന്ന്. നിന്റെ നെടുവേർപ്പുകളെല്ലാം തമ്പുരാൻ കേട്ടുകൊണ്ടിരിക്കുക. നിന്റെ ആശങ്കകളും നിന്റെ ആകുലതകളെല്ലാം നീ പറയാതെ തന്നെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ആ കർത്താവിന്റെ മുമ്പിൽ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കാം. സ്നേഹമുള്ള ഒരു ഹൃദയത്തോടെ വിളിക്കാം. വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തോടെ വിളിക്കാം. കർത്താവിന്റെ കരുണ അനുഭവിച്ച ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ വിളിക്കാം. ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവം കൂടെ നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ വിളിച്ച ഏത് പ്രശ്നത്തിലാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, ഏത് സങ്കടത്തിലാണെങ്കിലും, ഏത് നിരാശയുടെ അനുഭവത്തിലാണെങ്കിലും, മോനെ, പരമാർത്ഥ ഹൃദയത്തോടെ നീ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് നിന്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. ഈ അനുഭവം കിട്ടിയ പിന്നെ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ അല്ലാതെ അങ്ങോട്ട് ഭാരപ്പെടേണ്ടി വരില്ല, ആകുലപ്പെടേണ്ടി വരില്ല. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഈശോയെ, ഇതാ നിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ. ഇനിയും ഹൃദയം വെടിപ്പാക്കേണ്ടതുണ്ടെങ്കിൽ വെടിപ്പാക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് തന്നെ തമ്പുരാനെ പ്രാർത്ഥിക്കുന്നു. പരമാർത്ഥതയില്ലാതെയാണോ തമ്പുരാനെ നിന്റെ മുമ്പിൽ ഞങ്ങൾ വ്യാപരിച്ചിട്ടുള്ളത്? ഇതാ പരമാർത്ഥ ഹൃദയത്തോടെ ഇപ്പോൾ ഞങ്ങൾ വ്യാപരിക്കുന്നു. കർത്താവെ, എവിടെയെങ്കിലുമൊക്കെ മാലിന്യം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിന്റെ ഭാവത്തിലോ ഭാവനയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും മാലിന്യം കലർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെടിപ്പാക്കി വിശുദ്ധിയോടെ ഇതാ പരമാർത്ഥ ഹൃദയത്തോടെ നിന്നെ ഞങ്ങൾ വിളിക്കും. തമ്പുരാനെ, നീ ഇപ്പോൾ
എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കും. സമീപസ്ഥനാണെന്നല്ല ഇത് പറഞ്ഞത്, എൻ്റെ വാഗ്ദാനമാണല്ലോ. കർത്താവ്, ഞങ്ങൾ ഈ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ചപ്പോൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക്, ഞങ്ങളുടെ കണ്ണീർ കയങ്ങളിലേക്കെല്ലാം ദൈവമേ നീ ഇറങ്ങി വരണമേ. ഈശോയേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നീ ഇറങ്ങി വരണമേ. തമ്പുരാനെ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ നീ ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസം തരാൻ നീ ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകാൻ നീ ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ ഇപ്പോൾ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്നെ ഇതാ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്, കരുതുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് തമ്പുരാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും കർത്താവെ ഫോൺ വഴിയും കാരിസ്മയുടെ ഓഫീസിലൊക്കെയായി സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കർത്താവ്, ഈ വിഷയങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനല്ലാതെ കർത്താവ് ഞങ്ങൾക്കൊന്നും അറിയില്ല. നീ കരുണ കാണിച്ചാലല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ സങ്കടപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. മക്കൾ ഇതുപോലെ വേദനയുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുവിലൂടെ കടന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒരുപക്ഷെ ഏതാനും നിമിഷം തമ്പുരാന്റെ കൂടെ ഇരുന്നൊന്ന് നിലവിളിക്കാൻ പറ്റിയാൽ അവരുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്ക് ഉത്തരവാകും. ഈ ആലയത്തോട് ചേർന്ന് സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളുമേലും കർത്താവെ കരുണ വർഷിക്കണമേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.